ഇത് അക്ഷരവീതി റോഡാണ്. ഇവിടെ ആ റോഡിൻ്റെ മെയിൻ റോഡ് മുതൽ ഏകദേശം അങ്ങ് പോകുന്ന വഴിക്കായിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്. ഇത് റോഡിലോട്ട് തള്ളിയിരിക്കുകയാണ്. പലപ്പോഴും ഒരു ആക്സിഡൻറ്റിന് വരെ കാരണമായി. പലപ്പോഴും ആക്സിഡൻ്റ് ആണെന്നുള്ള ചെറിയ ആക്സിഡൻ്റ് ആയിട്ട് ലോകം അറിഞ്ഞിട്ടില്ല, വെളി ലോകം അറിഞ്ഞില്ല. പക്ഷേ ഇതിനകത്ത് കാൽനടക്കാർക്കും വണ്ടിയിൽ വരുന്നവർക്കും എല്ലാം ഒരു വണ്ടി ഇടത് സൈഡ് വഴി വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികൾക്ക് വലിയ പ്രശ്നമാണ്. 2-3 ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അധികൃതരെയൊക്കെ അറിയിച്ചിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. റോഡ് സൈഡ് വരുന്ന ഏകദേശം മെയിൻ റോഡിലൊക്കെ തടസ്സമാകുന്നതുകൊണ്ട് ഇപ്പോൾ പാലങ്ങൾ കെട്ടുന്നതുകൊണ്ട് ഈ റോഡിന് നല്ല രീതിയിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇത്ര വണ്ടിയൊന്നും ഓടത്തില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. 2-3 ആക്സിഡൻറ്റ് ഈ പരിസരവാസികൾക്കൊക്കെ അത് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന് റോഡിലാണ് വച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ അധികൃതരെ കണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇതിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാക്കണം. വലിയ ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7-8 ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ചെറിയ ആക്സിഡൻ്റൊക്കെ ആയതുകൊണ്ട് വെളിയിലൊക്കെ അറിഞ്ഞില്ല. ഇവിടെ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ അങ്ങേ സൈഡ് വലിയ പ്രശ്നമാണ്. 2-3 പ്രാവശ്യം ഈ അക്ഷരവീതി റോഡിൽ ഇവിടെ എത്ര ആക്സിഡൻ്റായെന്നറിയാവും. അതുകൊണ്ട് KICBക്കാർ ഇത് അറിയാനും ഇത് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും മരണങ്ങൾ സംഭവിക്കാം. ഇത് ആൾക്കാർ നിർബന്ധപൂർവ്വമായി ഇടുന്നൊരു വീഡിയോയാണ്. ഈ പ്രദേശത്തുള്ളവരുടെ നിർബന്ധത്തോടുകൂടി ഞാൻ ഇടുന്നൊരു വീഡിയോയാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ സംഗതി ഇതാണ്. അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് വരുന്നവർക്ക് കാണാൻ പറ്റില്ല. ഇതിങ്ങനെ ഇത്രയും തള്ളിയിരിക്കുകയാണ്, റോഡിലോട്ട് തള്ളിയിരിക്കുകയാണ്. ദൈവത്തോർത്തിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും മരിച്ചിട്ടേ ചെയ്യുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കരുതിക്കൊള്ളണം. ഉണ്ടോ? അപ്പോൾ ആ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് എല്ലാ വണ്ടികളും ഇതിലാണ് വരുന്നത്. മാറ്റമൊന്ന് പ്രതീക്ഷിക്കുന്നു ജനങ്ങളുടെ നന്മയ്ക്കായി.